ഒരു പക്ഷെ കർണാട്ടിക് മ്യൂസിക്കിലോട്ട് അങ്ങ് പോയിരുന്നെങ്കിൽ ആശയം ഇങ്ങനെ ഇത്ര പോപ്പുലർ ആയിക്കോളുന്നില്ല. കാരണം കർണാട്ടിക് മ്യൂസിക് സാധിക്കില്ല, അല്ലെങ്കിൽ ആ സമയത്ത് ശബ്ദം അങ്ങനെ ശബ്ദത്തിന്റെ ഒരു അത്ര സ്വീറ്റ് വോയിസ് അല്ലല്ലോ ഇപ്പോഴും. കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള മേഖലയാണ്. വേണമെങ്കിൽ അങ്ങനെയും പറയാം, നമുക്ക് അങ്ങനെ ചിന്തിക്കാം. കേൾക്കാൻ നല്ല രസമുണ്ട്. ഇടയ്ക്കയുടെ ഭാരം ഒരു ഭാരമായി തോന്നാറില്ല. അത് സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നിലത്ത് വെക്കില്ല, തോളത്തിടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു അവയവം പോലെ തന്നെയാണ്. എവിടെ പോയാലും ഇപ്പൊ ചിലർ ചോദിക്കും പിടിക്കണോ, നമുക്ക് പേടിയാ. തമിഴ്നാടൊക്കെ നമ്മുടെ ഈ സോപാന സംഗീതത്തിന് അവിടെ സാധ്യത കൂടുതലാണോ? ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. തമിഴില് സോപാന സംഗീതം ഇല്ലെന്ന് അങ്ങനെ പാടാൻ പറയാറുണ്ട് അവരുടെ ഭാഷയിൽ. തമിഴ് പാട്ട് പാടൂ എന്ന് ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. കേരളത്തെക്കാൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ സ്വാമിമാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ അയ്യപ്പ സ്വാമിയുടെ ഒരു പാട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോ എന്നെ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. കരയാണ് എന്നിട്ട് ഇടയ്ക്ക്. കാലം കടന്നുപോയി, ബാല്യം കടന്നുപോയി, കൗമാര യൗവനം വിട്ടൊഴിഞ്ഞു, മധ്യവയസ്സിലായി ഞാനിപ്പോഴെന്നാലും എൻ മനസ്സിപ്പോഴും ബാല്യം തന്നെ. പസഫിക് ഓഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പസഫിക് ഓഷൻ ഇങ്ങനെ കിടക്കുകയാണ്. പസഫിക് ഓഷനിൽ ഒരു പുൽക്കൊടിയില്ല, ആകെ വിശാലമായിട്ട് കിടക്കുകയാണ്. മാസങ്ങളോളം ഇങ്ങനെ പോവാം. അപ്പൊ കുറേ ചെല്ലുമ്പോഴാണ് ഒരു ഐലൻഡ് കാണുക. നമ്മളൊന്നും അല്ല എന്ന് വിചാരിക്കണം. അങ്ങനെ ഒരു കാഴ്ചയെ കൂടെ നമ്മൾ കടൽ കാണിച്ചു അല്ലേ. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകൾ, ഒരുപാട് പാട്ട്, സോപാന സംഗീതത്തിന്റെ അങ്ങ് ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരുപാട് ഗാനങ്ങൾ നമുക്ക് പാടിത്തന്ന, ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുകയല്ല, ഒരു സ്റ്റാറാണ് ആശ. ഒപ്പം അച്ഛൻ എഴുതിയ പാട്ടുകളാണ് ആശ പാടി ഹിറ്റാക്കിയിട്ടുള്ളത്. നമസ്കാരം. എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം? ശരിക്കും കോവിഡ് സമയത്താണ് ഇങ്ങനൊരു പോപ്പുലാരിറ്റി ഒക്കെ ഭഗവാൻ കൊണ്ട് തന്നത്. മിക്കവാറുള്ള എല്ലാ കലാകാരും നമ്മൾ ഇടയ്ക്ക് കുറെ ഇന്റർവ്യൂ പോകുമ്പോൾ എല്ലാവരും ഈ കോവിഡ് സമയം എടുത്തു പറയും. കോവിഡ് നല്ലതാണോ ചീത്തയാണോ? കോവിഡിന് നല്ല വശമുണ്ട്. കോവിഡിന് വളരെയധികം പോസിറ്റീവ് പ്രൊഡക്ട്സ് ഉണ്ട്. അതാണ് കോവിഡ് നല്ലതാണ്. കോവിഡ് അസുഖമായിട്ട് ഗുഡ്മാണിക് സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് വന്നില്ല, നമ്മളെ നല്ല രീതിയിലാണ് കോവിഡ് സഹായിച്ചത്. അതെ, ഇതുപോലെ ഒരുപാട് കലാകാരന്മാരെ കോവിഡ് സഹായിച്ചു. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഹൈക്ക് കിട്ടിയ സമയമാണത് കോവിഡിന്റെ സമയം. അതിനു മുൻപും ഞാൻ പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ട്, എന്നാലും അധികം ആളുകൾക്ക് അറിയില്ല. ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇല്ലായിരുന്നു. പിന്നെ ഈ സമയത്ത് ഒരു ഫേസ്ബുക്ക് ലൈവ് ഇതുപോലെ ഒരു പേജ് ഇങ്ങനെ ചോദിച്ചു, ഇരിഞ്ഞാലക്കുട തന്നെയുള്ളത്. അപ്പോൾ അതില് ഒരു അരമണിക്കൂർ പാടുമോ എന്ന് ചോദിച്ചിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ അരമണിക്കൂർ 2 പാട്ട് പാടി കഴിഞ്ഞ് നിർത്തിയപ്പോ അവരെന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, നിർത്തല്ലേ ചേച്ചി, ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പൊ വീണ്ടും പറഞ്ഞിട്ട് അപ്പൊ തന്നെ 2 ലൈവായിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ ഒരുപാട് പാട്ടിങ്ങനെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോഴും കീർത്തനങ്ങള് ഒരു ഇപ്പൊ ഇന്നറിയുന്ന അത്രയ്ക്ക് അത് അറിയില്ല കീർത്തനം. എന്നാലും അത്യാവശ്യം പാട്ടുകൾ നമ്മൾ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ സോപാന സംഗീതം, ഇടയ്ക്ക് അതൊക്കെ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പാട്ട് അറിയാമായിരുന്നു. പിന്നെ ആശാന്മാരൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതൊക്കെ ഒരേ ഒരു ആശാനാണ് ഇടയ്ക്കൊക്കെ ഉള്ളത്. ഇരിഞ്ഞാലക്കുട സ്വദേശിയായിട്ടുള്ള പി നന്ദകുമാർമാരാർ. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും കലാകാരനാണ് കേട്ടോ. ആകെ ഒരാളേ ഉള്ളൂ ഇടയ്ക്കയില്. എന്റെ ഗുരുനാഥനാണ്. ഈ ഗുരുക്കന്മാരുടെ എല്ലാ കൃപയുണ്ട്. സാധാരണ ഗുരുത്വമാണ് ഏറ്റവും പ്രധാനം. അതെ, പ്രധാനം. അതുകൊണ്ടാണ് ആശ ഇത്രയും ഹൈപ്പിലോട്ട് വന്നത്. അച്ഛൻ എഴുതുമെന്ന് പറഞ്ഞു. ഷിപ്പിലായിരുന്നു, മർച്ചന്റ് നേവിയിലായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കവിതകളൊക്കെ സ്വഭാവമുണ്ട്. പിന്നെ ഞാൻ കടലിലാണല്ലോ, കടലിന്റെ പല ഭാവങ്ങള്, അതായത് കടലിനെ കാട്ടാളനായിട്ട് വരെ തോന്നിയിട്ടുണ്ട്. കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് പോലെയാണ്. കടൽ വളരെ ശാന്തമായിരിക്കും. കടലിൽ തിരമാലകൾ വരും. അപ്പോൾ കടൽ വളരെ വയലന്റ് ആവും. പല ഭാവങ്ങളും കടലിനുണ്ട്. പിന്നെ ഭൂമിയിൽ 2 ഭാഗം വെള്ളമാണെന്ന് മനസ്സിലാവണേ കടലിൽ പോകണം. നമ്മളൊന്നും അല്ല എന്ന് വിചാരിക്കണം. അങ്ങനെ ഒരു കാഴ്ചയെ കൂടെ നമ്മൾ കടൽ കാണിച്ചു. പസഫിക് ഓഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പസഫിക് ഓഷൻ ഇങ്ങനെ കിടക്കുകയാണ്. പസഫിക് ഓഷനിൽ ഒരു പുൽക്കൊടിയില്ല, ആകെ വിശാലമായിട്ട് കിടക്കുകയാണ്. മാസങ്ങളോളം ഇങ്ങനെ പോവാം. അപ്പൊ കുറേ ചെല്ലുമ്പോഴാണ് ഒരു ഐലൻഡ് കാണുക. പസഫിക് ഓഷൻ പച്ച കാണണമെങ്കിൽ ഒരുപാട് അത് നമുക്ക് മനസ്സിലാവുക. പച്ചയും മണ്ണും ഒക്കെ ആയിട്ട് നമുക്ക് ബന്ധമുണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ കടലിൽ പോകണം. കടലിൽ മാസങ്ങളോളം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പച്ച കാണുമ്പോണ്ടല്ലോ, അത് വലിയൊരു അനുഭവമാണ്. അത് തന്നെയാണോ ഈ എഴുത്തിന്റെ പിന്നിലുള്ള? പഴയ സീമന്മാര്
പല ദിക്കിലും കരയിലെത്തിക്കഴിഞ്ഞാൽ ചെരുപ്പ് ഷൂ അഴിച്ചു വെച്ച് നഗ്നപാതരായിട്ട് നടക്കും പുല്ലിലൂടെ. അത് ആ പച്ചയും ഈ നമ്മുടെ ഭൂമിയും ഒക്കെ ആയിട്ട് നമുക്ക് വളരെ ബന്ധമുണ്ട്. മനുഷ്യൻ കടലിൽ ജീവിക്കേണ്ട ആളല്ല, മനുഷ്യൻ കരയിൽ ജീവിക്കേണ്ട ആളാണെന്ന് മനസ്സിലാവും. ജോലി അതായതുകൊണ്ട് നമുക്ക് കടലിൽ പോയി. അപ്പൊ ഒരുപാട് സമയം ഇങ്ങനെ ഏകാന്തമാണല്ലോ. അപ്പോ ആദ്യം എഴുതിയ പാട്ട് ഏതാ? ആദ്യം എഴുതിയ ഒരു ചെറിയ കവിതയാണ്. കാലം കടന്നുപോയി ബാല്യം. അത് മോള് പാടും, അച്ഛനെഴുതും ഞാൻ എഴുതും. എന്നാ ആ ഒരു കവിത. കാലം കടന്നുപോയി ബാല്യം കടന്നുപോയി കൗമാര യൗവനം വിട്ടൊഴിഞ്ഞു മധ്യവയസ്സിലായി ഞാനിപ്പോഴെന്നാലും എൻ മനസ്സിപ്പോഴും ബാല്യം തന്നെ. അന്നത്തെ നാളുകൾ ഞാനെന്നും എപ്പോഴും ഓർക്കാൻ ശ്രമിക്കുന്നു വീണ്ടും വീണ്ടും. കന്നും കിടാങ്ങളും കാലി പൂട്ടുന്നോരും എല്ലാരും ഇന്ന് പോയി മറഞ്ഞു. പണ്ടു കറപ്പൻ കിളച്ചു പയറിട്ട മണ്ണെല്ലാം ഇന്ന് കാടുകേറി. നെല്ലു വിതയ്ക്കലും ഞാറു പറിക്കലും കൊയ്ത്തും മെതിയും ഇന്നോർമ്മയായി. മുറ്റത്തു ലോറിയിൽ കറ്റകളെത്തുമ്പോൾ ഉത്സവം തന്നെ വീട്ടിലപ്പോൾ. ആടും പശുക്കളും പൂവൻ പിടക്കോഴി പൂച്ചയും പട്ടിയും വീട്ടിലുണ്ട്. പുള്ളിപ്പശുവിനകീടു ചുരത്തുമ്പോൾ കൊതിയോടെ ഞാനന്നു നോക്കി നിൽക്കും. മുറ്റത്തു നിൽക്കുന്ന പന്തലേൻ മാവിൻ്റെ മാമ്പഴമെത്രയും മധുരമാണ്. പ്രിയൂരുമാവുകൾ കോമാവ് മയിൽപ്പീലി മാമ്പഴക്കാലം സമൃദ്ധമാണ്. ഇന്നത്തെ മാവുകൾ കായ്ക്കുന്നെന്നാകിലും മാങ്ങയ്ക്കു പണ്ടത്തെ പോലെ മധുരമില്ല. എല്ലാം പോയിന്ന് മനുഷ്യൻ പരസ്പരം മത്സരിച്ചോടുന്ന കാഴ്ചയാണ്. എൻ്റെ ബാല്യകാലത്ത് എൻ്റെ വീട്ടിൽ നടന്നിരുന്ന കാര്യങ്ങളത് ഈ പന്തലേൻ മാവൊക്കെ എല്ലാം. അതായത് കറപ്പൻ ഞങ്ങളുടെ പണിക്കാരനായിരുന്നു. അപ്പൊ കറപ്പൻ കളച്ച് പയറിടുമ്പോൾ അതിന്റെ കൂടെ ഞാൻ ചെന്ന് കളച്ച് പയറിടാറുണ്ട്. പുല്ലും കൃഷിക്ക് വീട്ടിൽ കറ്റവര ലോറിയിലാണ് കറ്റ വരുന്നത്. അപ്പോൾ കറ്റ വരുന്നതിന് മുൻപ് അവിടെ അടിച്ച് ചാണകം മെഴുകി കളം ഒക്കെ തയ്യാറാക്കി വെക്കും. ഒരാഘോഷമാണ്. എല്ലാ ജോലിക്കാരും വരും. നാട് വിട്ടപ്പോട്ട് കടലിൽ വന്നപ്പോഴാണ് ഈ വക ഇതൊക്കെ ചിന്തകൾ വരുന്നത്. മനുഷ്യൻ പരക്കമ്പായ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് സിറ്റിയിൽ ചെന്നാലും അവിടെയെല്ലാം വണ്ടികൾ തലങ്ങും വിലങ്ങും പായാണ്. ഒരുപാട് പ്രശ്നങ്ങളാണ്. അങ്ങോട്ട് പോകുന്നവർക്ക് അവരുടെ പ്രശ്നം, ഇങ്ങോട്ട് പോകുന്നവർക്ക് ഇവരുടെ പ്രശ്നം. കടലിലോ ചെറിയ മീനിനെ വലിയ മത്സ്യം ഓടിച്ചിട്ട് പിടിക്കുകയാണ്. ചെറിയ മത്സ്യങ്ങളെ വലിയ മത്സ്യം ഓടിച്ചിട്ട് പിടിക്കുന്ന കടലിൽ അതാണ് നടക്കുന്നത്. സർവൈവലാണ് ഏറ്റവും. സോപാന സംഗീതത്തിലേക്ക് വന്ന ആദ്യമായി എഴുതിയ സോപാന കീർത്തനം ഏതായിരുന്നു? അതെന്താ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ഇവിടെ ഈ നാട്ടിൽ വന്ന് ഷിപ്പിൽ നിന്ന് വിട്ട് പണി വിട്ടിട്ട് നാട്ടിൽ വന്ന് സെറ്റിലായപ്പോൾ എൻ്റെ മോളുടെ ഈ ഫേസ്ബുക്ക് ലൈവ് തുടങ്ങി. അങ്ങനെ അത് 1 മണിക്കൂറാണ്. 1 മണിക്കൂർ നമ്മുടെ ഹാളിൽ നിന്ന് ഇത് ലൈവ് ചെയ്യുമ്പോൾ അതിങ്ങനെ കണ്ടിരുന്ന് അതിൽ നിന്ന് കിട്ടിയ കിട്ടിയ ഒരു പ്രചോദനമാണ്. എനിക്കൊരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇത് ശരിക്കും അതിലേക്ക് ലയിച്ചു പോകും. ഞാനിപ്പോൾ മോളുടെ പ്രോഗ്രാമിൻ്റെ കൂടെ പോയാലും എന്നോട് എപ്പോഴും പറയും അപ്പുറത്ത് സ്റ്റേജിലിരിക്കാം, അവിടെ ഇരിക്കാന്ന് പറഞ്ഞ് ഞാൻ പറയും വേണ്ട, എനിക്ക് ഓഡിയൻസിൻ്റെ കൂടെ എനിക്കത് കാണണം. അപ്പം ഞാൻ അത്രമാത്രം അതിൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പം അതിൽ നിന്ന് കിട്ടിയൊരു ഇൻസ്പിറേഷനാണ്. ഒരു ചെറിയ സംഗമനാഥ വൈഷ്ണവരൂപ ദശരഥതനയ ശ്രീഭരത സോ
ശ്രീഭരത ശ്രീരാമ സോദര ശ്രീഭരത. ഇങ്ങനെയാണ് തുടങ്ങണേ. ഇവര് രണ്ടുപേരും മാത്രമല്ല, ഇനി രണ്ടുപേരും കണ്ടിവിടെ. നമുക്ക് ഈ ഒരു ക്യാമറയിൽ കൊള്ളാത്തതുകൊണ്ടാണ്. അതുകൊണ്ടല്ല, അവര് മറ്റു തിരക്കുകളിലാണ്. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് രാജലക്ഷ്മി, ജ്യേഷ്ഠൻ അർജുൻ സുരേഷ്. അമ്മ ചേട്ടൻ ഇവിടെ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യാണ്. അമ്മ ഹൗസ് വൈഫാണ്. പക്ഷെ അച്ഛനും അമ്മയും ചേട്ടനും ഈ കുടുംബമാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം, എന്റെ ഗുരുനാഥനും. പിന്നെ ഈ പ്രോഗ്രാമിന് പോക്കും നമ്മള് ഡെയിലി ഈ സീസണൊക്കെ ആയാൽ നല്ല തിരക്കാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോ എന്റെ ഇടവും വലവും ഇവരാണ്. ഒരു ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ട് എന്നോട് പറയുകയോ അല്ലെങ്കിൽ ആ പോവാൻ കൂടെ വരാൻ ആളില്ല, അതിനൊന്നും എന്റെ ഒരു പ്രോഗ്രാം പോലും ഇന്ന് വരെ പോയിട്ടില്ല. അതൊക്കെ ശക്തമായി എന്നെക്കാൾ കൂടുതൽ ഇഷ്ടം ഇവർക്കാണ്. അതെന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ തായമ്പക പഞ്ചാരിമേളം തായമ്പക പഠിച്ചിട്ടുണ്ട്. പക്ഷെ പഞ്ചാരിമേളമാണ് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് ചെയ്തത്. പഞ്ചാരിമേളം കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഉത്സവം വളരെ പ്രസിദ്ധമാണ്. അപ്പൊ അവിടെ 10 ദിവസം പഞ്ചാരി പെരുമഴയാണ്. 2 നേരം പഞ്ചാരി മേളം, 17 ആനയുടെ എഴുന്നള്ളിപ്പ്, അങ്ങനെയാണ്. അപ്പൊ ഈ പഞ്ചാരി മേളത്തിന്റെ താളം നമ്മളുടെ മനസ്സിലുണ്ട്, ചെറുപ്പം തൊട്ടേ ഉണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും അത് പഠിക്കണം. അങ്ങനെയായിരുന്നു. അപ്പൊ പഠിക്കുമ്പോഴും പെൺകുട്ടികളൊന്നും ഇല്ല. ചെണ്ട പഠിക്കുന്ന സമയത്ത് ഞാനൊരു 7-8 പഠിക്കുമ്പോഴാണ് തുടങ്ങിയത്. ഒരു +1+2 സമയത്ത് ഇറങ്ങിയിട്ടൊക്കെ കഴിഞ്ഞു. രാജീവ് വാര്യർ ഇരിഞ്ഞാലക്കുടയിലെ തന്നെ പ്രസിദ്ധനായ ഒരു ചെണ്ട കലാകാരനാണ്. ഇടയ്ക്ക് കുട്ടി പാടുമ്പോഴേ നമുക്ക് സോപാനത്തിന്റെ അരികിലാണെന്ന് പാടുന്നത്. ആ സമയം നട അടച്ചിരിക്കുകയായിരിക്കും. നമ്മൾ എന്താണ് ദേവനെ കുറിച്ച് എന്തൊക്കെയാണ് പാടുന്നത്? നമ്മൾക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല, ചേട്ടൻ പറഞ്ഞ പോലെ അടച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഈശ്വരനെ, ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധം മുറിഞ്ഞു പോകാതെ ഭക്തന് ഭഗവാനെ സംഗീതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 90% കീർത്തനങ്ങളും കേശാദിപാത വർണ്ണനയായിരിക്കും. കണ്ണടച്ച് നമ്മൾ നിന്നാൽ നമ്മുടെ മനസ്സിൽ മുടി തൊട്ട് അടിവരെയുള്ള രൂപം വർണ്ണിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ പറയുകയാണ് നമ്മൾ, എന്നെ കാത്തു രക്ഷിക്കണം, എൻ്റെ പാപഭാരങ്ങളെല്ലാം അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് മിക്ക സോപാന കീർത്തനങ്ങളുടെയും ഉള്ളടക്കം. പിന്നെ അഷ്ടപതി പാടാറുണ്ട്, ജയദേവ വിരചിതമായിട്ടുള്ള അഷ്ടപതികൾ പാടാറുണ്ട്. അത് സംസ്കൃതത്തിലാണ്. കൃഷ്ണരാധ ആണ് അതിലെ പ്രമേയം. വിരഹം, ദുഃഖം, പ്രേമം അതൊക്കെയാണ്. അതും സോപാനപ്പടിയിൽ പാടുന്നത് തന്നെയാണ്. ഈ സോപാന സംഗീതം തുടക്കം അറിവുണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? ആരാണിത്? അതിപുരാതനമായിട്ടുള്ള കലാരൂപം, കേരളീയ സംഗീത രൂപമാണ് സോപാന സംഗീതം എന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. അതായത് ഇപ്പൊ കർണാടക സംഗീതം ഉത്ഭവിക്കുന്നതിനൊക്കെ മുമ്പ് കേരളീയ സംഗീത ശൈലിയിലാണ് സോപാന സംഗീതം പാടിക്കൊണ്ടിരുന്നിരുന്നത്. ഇപ്പൊ ഞരളത്ത് രാമപൊതുവാളാശാൻ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഒരുപാട് അധികായന്മാർ, നമ്മളൊക്കെ ജനിക്കുന്നതിനും അച്ഛൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കൊട്ടിപ്പാടി സേവ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ നിലനിൽക്കുന്നതാണ്. ഈ ഇടയ്ക്ക് പോലുള്ള വാദ്യോപകരണങ്ങൾ എത്ര വർഷം പഴക്കം വരും? എന്നാലും ഒരു ചരിത്രത്തിന്റെ ഭാഗമായി തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഇപ്പോ കേരളത്തിന്റെ തനത് വാദ്യം എന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക് എന്നുണ്ടെങ്കിലും, നമ്മളൊരു ഹിസ്റ്ററി ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ അജന്ത എല്ലോറ കേവ്സിലൊക്കെ ഇങ്ങനെ ക്രേവിങ്സ് ഒക്കെ ഉള്ള ഇതില് ആ കാർവിങ്സിലൊക്കെ ഇടയ്ക്കയുടെ സാദൃശ്യമുള്ള വാദ്യത്തെ പറ്റി കൊത്തിവെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ചതാണ് ഒരു പുസ്തകത്തിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അത് വളരെ വളരെ പഴക്കമുള്ളതായിരിക്കുമല്ലോ. ഇപ്പൊ കാണുന്ന ഇടയ്ക്കയുടെ രൂപത്തിലായിരിക്കോളണമെന്നില്ല ചിലപ്പോ. പക്ഷെ ഇപ്പൊ അതൊക്കെ ഭംഗിയായി നമ്മൾ വ്യത്യാസമൊക്കെ വരുത്തി ഒരു അടുപ്പമുള്ള വാദ്യം ഉണ്ടായിട്ടുണ്ടാവാം. ഈ വാദ്യത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? ഒരു ജനറലി ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇടയ്ക്ക മനുഷ്യൻ തൊണ്ട കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ ശബ്ദവും പുറപ്പെടുവിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക തുകൽ വാദ്യമാണ്. ഇടയ്ക്ക കൊട്ടിപ്പാടാതെ തന്നെ ഇടയ്ക്ക പാടും. ഇടയ്ക്കയിൽ നമുക്കത് അത്രയും മൃദുവായ എന്ത് ശബ്ദവും നമുക്ക് ഇടയ്ക്കയിൽ പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. അതാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ഒരു വേൾഡിൽ തന്നെ അതൊരു പ്രത്യേകതയാണ് ഇടയ്ക്കയുടെ. പിന്നെ ശരിക്കും നമ്മൾ പറയുമ്പോൾ അത് വെച്ചാൽ ദേവവാദ്യമാണ്. നിലത്ത് വെക്കില്ല, നേരെ കൊണ്ട് താഴെ ഭൂമിയിൽ വെക്കാത്ത വാദ്യമാണ്. അതിന് ഒരുപാട് ഈ ഐതിഹ്യപരമായി എന്താ പറയാ 64 കലകളുണ്ട്. 4 വേദങ്ങളാണ് ജീവക്കോല്, സൂര്യനും ചന്ദ്രനുമാണ് വട്ടം, പിടിക്കുന്ന കുറ്റി അതിന്റെ നട്ടെല്ലാണ്, ഈ നമ്മൾ തോളത്തിടുന്ന കച്ച മഹാദേവന്റെ കഴുത്തിലെ പന്നകമാണെന്ന് പറയും. 6 ശാസ്ത്രങ്ങളാണ് ഇടയ്ക്കയുടെ വട്ടത്തിലുള്ള 6 ദ്വാരങ്ങൾ. അപ്പോൾ ഇത്രയും ഭാരമേറിയ വസ്തു, അതിന്റെ ഒരിക്കലും അതിന് ഫിസിക്കൽ ഭാരമല്ല, ഒരു 6, 7, 8 കിലോ ഒക്കെയാണ് ഇടയ്ക്ക് ഉണ്ടാവുക. അതല്ല, ആശയം കൊണ്ട് ഇത്ര സമ്പുഷ്ടമായ വസ്തുവിന്റെ ഭാരം ഭൂമി ദേവിക്ക് താങ്ങില്ല എന്ന് പറഞ്ഞ് നിലത്ത് വെക്കില്ല. അപ്പോൾ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയ്ക്ക് നിൽക്കുന്നോണ്ട് ഇടയ്ക്ക എന്ന പേര് വന്നു.
അപ്പൊ അങ്ങനെയാണ് ശരിക്കും ഇടയ്ക്കയുടെ ഒരു വിശ്വാസപരമായ ഒരു വശം. പിന്നെ ഇടയ്ക്ക് നിലത്ത് വെക്കാത്ത ഇപ്പൊ സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ വളരെ നൈസ് തോലാണ് ഇടയ്ക്കത്. നിലത്ത് വെച്ചാൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് കോറിയാലും ഉറുമ്പരിക്കാൻ അത് പറ്റും, പൊട്ടും. അതാണ് അതിന്റെ ഒരു നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ അത് ശരിയാണ്. ഇത്രയും ഭാരമുള്ള ഇടയ്ക്ക തോളില് ഈ മണിക്കൂറുകളായി നമുക്ക് നിന്ന് ഒരു പാട്ട് കഴിഞ്ഞു, അടുത്ത പ്രോഗ്രാം. ഇതെങ്ങനെയാണ് അതിന്റെ ഒരു എനർജി കിട്ടണമല്ലോ? ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നത് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിന്റെ ഉള്ളിലാണ് ഒരു പ്രോഗ്രാം. ഇടയ്ക്കയുടെ ഭാരം ഒരു ഭാരമായി തോന്നാറില്ല. അത് സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നിലത്ത് വെക്കില്ല, തോളത്തിടായിരിക്കും. അതിന് പറ്റിയ സൗകര്യം കിട്ടിയാൽ മാത്രമാണ് അത് കൊളുത്തിടുകയൊക്കെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഒരു അവയവം പോലെ തന്നെയാണ്. എവിടെ പോയാലും ഇപ്പൊ ചിലർ ചോദിക്കും പിടിക്കണോ, നമുക്ക് പേടിയാ, ജീവനാണ് ഇടയ്ക്ക. അത് നല്ല ഉദ്ദേശത്തോടുകൂടി അവർ ചോദിക്കുക, ചേച്ചി പിടിക്കട്ടെ. അപ്പൊ ഞാന് അതെന്റെ ഒരു നമ്മുടെ ഇവിടെ വീട്ടിൽ പോലും തൊടിയിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ്. അതെ, അങ്ങനെയാണെങ്കിലും ഈ ഇടയ്ക്ക് സ്ഥിരമായിട്ട് അങ്ങനെ 1.5 മണിക്കൂർ എടുത്തിട്ട് പ്രോഗ്രാം ചെയ്ത് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ക്ഷീണമുണ്ട്, നീര് വരാറുണ്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ അത് അതിനേക്കാൾ മുകളിലാണ് അതിനോടൊരു ഇഷ്ടം. അതുകൊണ്ട് അതൊരു ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല, ഒരിക്കലും ഇല്ല. ഫിസിക്കലി ഇപ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണം തോന്നും, അല്ലെങ്കിൽ ബാക്ക് പെയിൻ, അല്ലെങ്കിൽ ഇവിടെ തോളത്ത് നീര്, കയ്യില് ഇതൊക്കെ ബുദ്ധിമുട്ട് വരും, ഇങ്ങനെ ചെറിയ ചെറിയ പൊട്ടൊക്കെ വരും. പക്ഷെ അതൊക്കെ പോകും. ഒരു പരിപാടി പോകുമ്പോ അതൊന്നും അറിയാറില്ല. ഇപ്പൊ കേരളത്തിലല്ലാതെ കേരളത്തിന് പുറത്ത് എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ നാഗർകോവിൽ പോയിട്ടുണ്ട്. ഈ നാഗർകോവിൽ തമിഴ്നാടൊക്കെ നമ്മുടെ ഈ സോപാന സംഗീതത്തിന് അവിടെ സാധ്യത കൂടുതലാണോ? ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. തമിഴില് സോപാന സംഗീതം ഇല്ലെന്നോ അങ്ങനെ പാടാൻ പറയാറുണ്ട്. അവരുടെ ഭാഷ തമിഴ് പാട്ട് പാടൂ എന്ന് ചോദിക്കാറുണ്ട്, പറയാറുണ്ട് തമിഴന്മാര്. അപ്പൊ നമ്മള് തമിഴ് പാടും. തമിഴ് പറയാൻ പറ്റില്ല. മുരുകന്റെ ഒക്കെ അങ്ങനെ ചില പാട്ടുകൾ ചായയൊക്കെ ഉള്ളതുണ്ട്. സോപാന സംഗീതം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പാടിക്കൊടുക്കും ചിലത്. പക്ഷെ തമിഴിൽ ഭയങ്കര ഭക്തിയുള്ളവരാണ്, ഭയങ്കര വിശ്വാസവും ഇതിലൊക്കെ ഭയങ്കര അടിയുറച്ച് വിശ്വസിക്കുന്നു. കേരളത്തെക്കാൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ സ്വാമിമാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ അയ്യപ്പ സ്വാമിയുടെ ഒരു പാട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോ എന്നെ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. കരയാണ് എന്നിട്ട് ഇടയ്ക്ക് തൊട്ട് നിറവിച്ച് ഭക്തി കൊണ്ടാണ് അവരുടെ. കാളഹസ്തിന്ന് അവര് ശബരിമലയ്ക്ക് പോകുമ്പോഴേക്ക് എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, റൂട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ വന്നു. അവർക്ക് ഞാനൊരു കീർത്തനം, എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് അതാണ് ഒരു കീർത്തനം, അയ്യപ്പസ്വാമിയുടെ. അപ്പൊ കരയാണ് അവരുടെ ഉള്ളിൽ. അങ്ങനെയാണ് അയ്യപ്പസ്വാമി ഭക്തിയൊക്കെ അത്തരത്തിലാണ്. ഒരു തമിഴിലൊക്കെ പാടും, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഫേസ്ബുക്കിലൊക്കെ ധാരാളം ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്യും, ചേച്ചി വേറെ ലാംഗ്വേജില് എനിക്ക് മനസ്സിലാവാറില്ല, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിട്ട് അവര് പറഞ്ഞത് എന്താന്ന് മനസ്സിലാവാ. ഭക്തിക്ക് ഭാഷയില്ലല്ലോ. ഇല്ല. കണ്ടമാനം അന്യ സംസ്ഥാനത്തുള്ള ആൾക്കാർ ഫാൻസാണ്, വിളിക്കാറുണ്ട്. ധാരാളം ആൾക്കാർ വിളിക്കാറുണ്ട്, വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. ഇന്ത്യയില് എല്ലാ സംസ്ഥാനത്തു നിന്നും വിളിക്കാറുണ്ട്. അവർക്ക് ഇപ്പൊ പ്രോഗ്രാമിനും വിളിക്കാറുണ്ട്. നമ്മുടെ ഇപ്പൊ നാട്ടില് നമ്മൾ പരിപാടി എടുത്തിട്ട് ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ നമ്മള് അവിടേക്ക് ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുമാണ്, ഈ കുറെ ദിവസം വേണം. അപ്പൊ മാക്സിമം നമ്മള് ഇവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇതിനാണ് പ്രയോറിറ്റി കൊടുക്കാറ്. ധാരാളം കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് കാനഡയിലത്തെ പ്രോഗ്രാമിനൊക്കെ കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ അവരുടെ ഒരു ഫംഗ്ഷനിൽ വേണ്ടി ആശയുടെ കീർത്തനം വായിച്ചു. അങ്ങനെ ഇപ്പൊ നമുക്ക് ചെല്ലാൻ പറ്റാത്ത ധാരാളത്തിൽ നമ്മൾ വീഡിയോസ് അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വിളിക്കാറുണ്ട്. വിളിക്കലാണ് ആദ്യം ചെയ്യുക. പിന്നെ നമ്മളതിൽ നിന്ന് നമുക്ക് സാധിക്കാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പ്ലാൻ ബി. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള അത്യാവശ്യമുള്ള എല്ലാവർക്കും, അത്യാവശ്യമല്ല നന്നായിട്ട് അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ്. ഒപ്പം ഈ നമ്മുടെ ഗവർണർ തമിഴ്നാട് മദ്രാസ്, അതെങ്ങനെയാണ് അതിലോട്ട്? അത് സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ ഗവേണിംഗ് ബോർഡ് മെമ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ് സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ പ്രവർത്തിക്കുന്നത്. തഞ്ചാവൂരാണ് അതിന്റെ ആസ്ഥാനം. എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം? ഫോക്ലോർ ആർട്ട് ഫോംസിന്, അത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ വളർന്നു വരേണ്ടതായിട്ടുള്ള എല്ലാതരം കൾച്ചറൽ പരിപാടികൾക്കും ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ അവസരങ്ങൾ കൊടുക്കുന്നു. കലാകാരന്മാരെ സംയോജിപ്പിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് എല്ലാ സംസ്ഥാനത്തും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ അതിന് കേരളത്തിൽ നിന്ന് 2 പേരുണ്ട്. കേരളത്തിൽ ഒരു വനിത ആദ്യമായിട്ട് ഞാനാണ്. നമുക്കത് ഭയങ്കര അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതെല്ലാം സോപാന സംഗീതം തന്നതാണ്. സോപാന സംഗീതം ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല, അതിലൊരു സംശയം എനിക്കില്ല. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴേ കർണാട്ടിക് മ്യൂസിക് പോയിരുന്നു. ഒരു പക്ഷെ കർണാട്ടിക് മ്യൂസിക്കിലോട്ട് അങ്ങ് പോയിരുന്നെങ്കിൽ ആശയം ഇങ്ങനെ ഇത്ര പോപ്പുലർ ആയിക്കോളുന്നില്ല. കാരണം കർണാട്ടിക് മ്യൂസിക് സാധിക്കില്ല, അല്ലെങ്കിൽ ആ സമയത്ത് ശബ്ദം അങ്ങനെ ശബ്ദത്തിന്റെ ഒരു അത്ര സ്വീറ്റ് വോയിസ് അല്ലല്ലോ ഇപ്പോഴും. ഒരു കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള മേഖലയാണ്. വേണമെങ്കിൽ അങ്ങനെയും പറയാം, നമുക്ക് അങ്ങനെ ചിന്തിക്കാം. വെച്ചാ അപ്പോ അല്ലെങ്കിൽ തലയിൽ എഴുതിയത് അതായിരിക്കില്ല. കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് സോപാന സംഗീതമാണ് ആശയ്ക്ക് വിധിച്ചിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇഷ്ടമാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആശ പഠിച്ചിട്ടുള്ളത് അക്ഷരശ്ലോകമാണ്. അക്ഷരശ്ലോകമാണ് ഇതിന്റെയൊക്കെ തുടക്കം. ഭാഷ, അതും അക്ഷരശ്ലോകം ഇടയ്ക്കയുടെ കൂടെ തന്നെ ഞാൻ പഠിച്ചു തുടങ്ങിയതാണ് അക്ഷരശ്ലോകം, വളരെ ചെറുപ്പത്തിലെ തന്നെ. ഇവിടെ ഇരിഞ്ഞാലക്കുട തന്നെ. നമ്മള് ഇരിഞ്ഞാലക്കുട വരദാനങ്ങളുടെ നാടെന്നാണ് പറയാ. അതായത് എല്ലാ കലകളും ഉണ്ട്, എന്തിനും നമ്മൾ ചെല്ലേ വേണ്ടു, പഠിപ്പിക്കാനൊക്കെ ധാരാളം ആളുകളുണ്ട്. അപ്പോ ഇവിടെ ഈ അമ്പലത്തിന് ചുറ്റും, തൃശ്ശൂർ തന്നെ അങ്ങനെയാണല്ലോ, സാംസ്കാരിക തലസ്ഥാനമാണ്. ഇരിഞ്ഞാലക്കുട വേണമെങ്കിൽ അതിന്റെ തലസ്ഥാനാന്ന് ഞാൻ പറയും. അത് അത്രയധികം കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ്. കൂത്തിന്റെ, കൂടിയാട്ടത്തിന്റെ, കഥകളിയുടെ, ഉണ്ണായിവാര്യർ സ്മാരക കലാനിലയം, അമ്മന്നൂർ ഗുരുകുലം, ഇതൊക്കെ ഇരിഞ്ഞാലക്കുടയുടെ പൈതൃകങ്ങളാണ്. അപ്പോൾ നമ്മളൊരു കല പഠിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ആളിവിടെ ഉണ്ട്. ആളില്ലാതെ പഠിക്കാൻ സ്ഥലമില്ലാതെ പോവില്ല. ഇരിഞ്ഞാലക്കുടയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഒക്കെ ഈ അമ്പലത്തിന് ചുറ്റും തന്നെയാണ്. ഈ അക്ഷരശ്ലോകം പഠിച്ചത് ഇവിടെ തെക്കേനടയിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അങ്ങനെ പഠിച്ച് ഇപ്പോ ഗുരുവായൂരപ്പന്റെയും കൂടൽമാണിക്യ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അക്ഷരശ്ലോകം, നാരായണീയം, ഭഗവത്ഗീത, രാമായണം. അപ്പൊ എനിക്കറിയാം ആ ഭാഷ കൊണ്ട് എനിക്കുണ്ടായ ഗുണം. കുട്ടി മലയാളം പഠിക്കാനൊക്കെ ഏറ്റവും നമ്മുടെ മെമ്മറി പവറിന്, അതിനൊക്കെ അക്ഷരശ്ലോകം പോലുള്ള കലാരൂപങ്ങൾ ഇപ്പൊ ഇല്ല, അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെയാണ് ഇതിന്റെ ബേസ്. ശരിക്കും പറഞ്ഞാൽ അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങൾ വരില്ല. അക്ഷരശ്ലോകത്തിന് ഒരു പ്രത്യേകത മറവി എന്നുള്ള ഉണ്ടാവില്ല. ഓർത്തെടുക്കുന്നതല്ലേ എപ്പോഴും നമ്മൾ അങ്ങനെയാണ്. നമ്മള് പല കാര്യങ്ങളും ഇന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോ പറഞ്ഞത് കുറച്ച് ഉണ്ടാവില്ല.